ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാവുന്ന 2 രൂപ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന 2 രൂപ ക്രോസ് നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള 2 രൂപ നാണയങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാവുന്ന നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായ 2005 മുതൽ 2007 വരെ ഇപ്പോഴും സർക്കുലേഷനിൽ നിലവിലുള്ള 2 രൂപ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ക്രോസ് നാണയങ്ങൾ. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് 2 രൂപയാണ്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന മെറ്റൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന 5.8 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന 26.75 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന സ്മൂത്ത് എഡ്ജാണ്. അപ്പോൾ 2 രൂപ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയം ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ്, നോയിഡ എന്നിങ്ങനെ 4 സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ 2 രൂപ ക്രോസ് നാണയങ്ങൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ക്രോസ് നാണയങ്ങളുടെ മുൻവശം ഈ രൂപമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് തന്നെ ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് ചെറിയൊരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് അശോസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് സത്യമേവ ജയതേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 2 എന്നുള്ളൊരു വലിയ അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് ചെറിയൊരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ടാണ് ഈ ഒരു നാണയത്തിൻ്റെ വർഷം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2005 മുതൽ 2007 വരെ ഇപ്പോഴും സർക്കുലേഷൻ നിലവിലുള്ള ഈ ഒരു 2 രൂപ നാണയങ്ങൾ ഞാനിപ്പോൾ കാണിക്കുന്ന നാണയം 2007 ആ ഒരു വർഷത്തിലെ നാണയമാണ്. അപ്പോൾ ആ ഒരു വർഷം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും 2007 എന്നുള്ളത്. വർഷത്തിന് താഴെയിട്ട് ഈ ഒരു നാണയത്തിൻ്റെ മിൻറ്റ് മാർക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നാണയം ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ്, നോയിഡ എന്നിങ്ങനെ 4 സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോംബെ മിൻറ്റ് മാർക്കാണെങ്കിൽ വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് മിൻറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. കൽക്കട്ട മിൻറ്റ് മാർക്കാണെങ്കിൽ വർഷത്തിന് താഴെ ഏതൊരുവിധ മിൻറ്റ് മാർക്കും ഉണ്ടായിരിക്കുന്നതല്ല. ഹൈദരാബാദ് മിൻറ്റ് മാർക്കാണെങ്കിൽ വർഷത്തിന് താഴെ ചെറിയൊരു സ്റ്റാർ മിൻറ്റ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നോയിഡ മിൻറ്റ് മാർക്കാണെങ്കിൽ വർഷത്തിന് താഴെ ചെറിയൊരു സർക്കിൾ ഡോട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ഒരു പ്ലസിൻ്റെ സിമ്പിൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് പ്ലസിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് ചുറ്റുമായിട്ട് 4 ഡോട്ട്സും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് 2 റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിനടുത്തായിട്ട് തന്നെ 2 റുപ്പയെ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ 2005 മുതൽ 2007 വരെ ഇപ്പോഴും സർക്കുലേഷൻ നിലവിലുള്ള ഈ ഒരു 2 രൂപ നാണയങ്ങൾ എല്ലാം കോമൺ ആയിട്ടുള്ള ഒരു നാണയമാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു 10 രൂപ മുതൽ 30 രൂപ വരെ പ്രൈസ് റേഞ്ച് കിട്ടാവുന്ന ഒരു നാണയം മാത്രമാണ് ഈ ഒരു 2 രൂപ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന 2 രൂപ ഈ ഒരു ക്രോസ് നാണയങ്ങൾ. അപ്പോൾ നല്ലൊരു UNC കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് 30 രൂപ 35 രൂപ വരെയൊക്കെ പ്രൈസ് റേഞ്ച് കിട്ടത്തുള്ളൂ. സർക്കുലേഷനിൽ തന്നെ നമുക്ക് ഈ ഒരു നാണയങ്ങൾ ഒരുപാട് കിട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നാണയങ്ങൾ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഏതൊരു ആവശ്യവുമില്ല. അതുപോലെ തന്നെ ഈ ഒരു നാണയങ്ങൾ ഏതൊരുവിധ റയറിറ്റിയും ഉള്ള നാണയങ്ങളല്ല. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നാണയങ്ങൾ കളക്ഷൻ ചെയ്ത് വയ്ക്കാം. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഈ ഒരു നാണയങ്ങൾ സ്കാർ കാറ്റഗറിയിൽ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാണയങ്ങൾ കളക്ഷൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും 2005 മുതൽ 2007 വരെയുള്ള എല്ലാ നാണയങ്ങളും എല്ലാ മിൻറ്റ് മാർക്കും കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. എന്തെന്നാൽ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടണമെങ്കിൽ അങ്ങനെ കളക്ഷൻ ചെയ്ത് വെച്ചാലേ നമുക്ക് ആ ഒരു പ്രൈസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു നാണയങ്ങളുടെ യഥാർത്ഥ വാല്യൂ ഇതാണ്. 10 രൂപ മുതൽ 35 രൂപ വരെ കിട്ടാവുന്ന ഒരു നാണയം മാത്രമാണ് 2 രൂപ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഈ ഒരു 2 രൂപ നാണയങ്ങൾ. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഇതുപോലുള്ള നാണയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.